കൊട്ടാരത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ ഇതാ മന്ദമന്ദമായി നടന്നു വരുന്നു. വരവേൽപ്പില്ല, ജയഘോഷങ്ങളില്ല, മൃദുവായ പാദപതനം, പരമശാന്തിയുടെ പ്രതീകം. സർവം സഹയായ ഭൂമി ദേവിയെ പോലെ ഭാരത ഹൃദയത്തിൽ നിന്ന് മനുഷ്യരാശിയുടെ മുഴുവൻ ദുഃഖങ്ങളും ഏറ്റുവാങ്ങിയ മനസ്സുനി, നിത്യ തപസ്സുനി, മാതൃത്വത്തിന്റെ ചിരന്തരമായ പ്രതീകം നമ്മൾ അറിയാതെ നമിച്ചു പോകുന്നു. കൗരവ മാതാവേ, അമ്മേ, ഗാന്ധാരി ദേവി. ഗുരുജനങ്ങളെ, സുമനസുകളെ, എൻ്റെ കഥ ഗാന്ധാരി. കാലം 3000-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ അതിർത്തിയിൽ ഗാന്ധാരം എന്ന അതിമനോഹരമായ രാജ്യം. പ്രസിദ്ധനായ മഹാരാജാവ് സുബലൻ നാടുവാഴുന്നു. അദ്ദേഹത്തിന്റെ ഓമന മകളായി അവൾ പിറന്നു, ഗാന്ധാരി. കൊട്ടാരക്കെട്ടിലും പൂവാടിയിലും ഒരു പൂത്തുമ്പിയെ പോലെ അവൾ പാറി നടന്നു. മധുമാസ ചന്ദ്രിക പോലെ, മഴവിൽ കൊടി പോലെ, മധുമാസ ചന്ദ്രിക പോലെ, മഴവിൽ കൊടി പോലെ, മധുവൂറും മധുവൂറും കനകക്കതിരിൻ കവിതയുറങ്ങും പുളകം പോലെ, മധുമാസ ചന്ദ്രിക പോലെ, മഴവിൽ കൊടി പോലെ, മഴവിൽ കൊടി പോലെ. ഗാന്ധാര രാജപുത്രി, വേദശാസ്ത്ര പാരംഗത, ആ രാജകന്യക അന്തഃപുര ശോഭയായി മാറി. അവളുടെ സ്വഭാവശുദ്ധിയും സ്വർഗീയ സൗന്ദര്യവും നാടെങ്ങും പരന്നു. പല രാജകുമാരന്മാരുടെയും രാവുകൾ നിദ്രാവിഹീനങ്ങളായി മാറി. ചില വൃദ്ധ രാജാക്കൾക്കും ഉറക്കം നഷ്ടപ്പെട്ടു. അവരുടെ ഹൃദയ താളങ്ങളെല്ലാം ഒന്നുപോലെ. ആരിവൾ, ആരിവൾ ഈ രാജകന്യക, ആരിവൾ ഈ രാജകന്യക, ദേവസുന്ദരിയോ, അമൃത ചഷകമേന്തി വന്ന മോഹനാംഗിയോ, ആരിവൾ, ആരിവൾ ഈ രാജകന്യക. പരിണയ പ്രാർത്ഥനകളുമായി രാജദൂതന്മാർ പല രാജ്യങ്ങളിൽ നിന്നും വന്നു ചേർന്നു തുടങ്ങി. പക്ഷേ സുബല മഹാരാജാവ് ഒന്നുറച്ചു. രൂപ യൗവന സമ്പന്നനായ ഒരു വീരക്ഷേത്രികുമാരന് മാത്രമേ എൻ്റെ മകളെ നൽകൂ. അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വരും, എൻ്റെ മകൾക്ക് അനുരൂപനായ വരൻ വന്നു ചേരുക തന്നെ ചെയ്യും. പ്രാർത്ഥനാപൂർണമായ നാളുകൾ കടന്നുപോയി. ഒരു നാൾ പ്രഭാതത്തിൽ കൗരവ രാജധാനിയിൽ നിന്നും രാജദൂതൻ കുതിച്ചെത്തി. പ്രതാപശാലിയും യുദ്ധവീരനുമായ ഭീഷ്മരുടെ സന്ദേശം. ധൃതരാഷ്ട്രമന്നനൻ മാനസപുത്രനു വരണം വരണ്യയാം നിന്റെ പുത്രി, അവിവേകമൊന്നും വരുത്തി വെക്കാതെ നീ അവളെ തരേണമെൻ പൊന്മകളായി. സുബലൻ നടുങ്ങി വിറച്ചു. ജന്മാന്ധൻ, പൗരുഷപ്രകൃതൻ, ധൃതരാഷ്ട്രകുമാരന് എന്റെ പൊന്നുമകളെ ഞാൻ എങ്ങനെ നൽകും? ഭീഷ്മ കൽപ്പനയെ ധിക്കരിച്ചാൽ ഗാന്ധാരം നാമാവശേഷമാകും. ഈശ്വര, ഞാനിത് എങ്ങനെ എന്റെ പൊന്നുമകളോട് പറയും? വാർത്തയറിഞ്ഞ ഗാന്ധാരി കരഞ്ഞില്ല. കാശി രാജപുത്രിയെ പോലെ പ്രതിഷേധിച്ചില്ല. അച്ഛാ, ഞാനൊരു ത്യാഗം ചെയ്യുന്നതായി അങ്ങു കരുതേണ്ടതില്ല. ഭീഷ്മ കൽപ്പനയെ ധിക്കരിക്കാനും നമുക്കാവില്ല. ഈശ്വര നിശ്ചയമെന്തോ നാം അതിനു വഴങ്ങണം. ജന്മാന്ധനാണെങ്കിലും അദ്ദേഹത്തെ വരിക്കാൻ എനിക്ക് സമ്മതമാണച്ചാ. മകളെ, എന്റെ പൊന്നു മകളെ. ആ വൃദ്ധ പിതാവ് മകളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുപോയി. വിധിപ്രകാരം ഹസ്തനപുരിയിലെ ധൃതരാഷ്ട്രകുമാരൻ ഗാന്ധാരിയെ പാണിഗ്രഹണം ചെയ്തു. തന്റെ ഭർത്താവ് അന്ധനാണെങ്കിൽ തനിക്കെന്തിനാണ് ഈ കാഴ്ച? മന്ത്രകോടിയായ പട്ടെടുത്തു മടക്കി കാഴ്ചകെടും മട്ടിൽ അവൾ കണ്ണുകൾ കെട്ടി. എല്ലാ സുഖതൃഷ്ണകളെയും വെറുക്കാൻ അവൾ തീരുമാനിച്ചു. ഗാന്ധാരി ആര്യാവർത്തത്തിലെ മഹാരാജധാനിയായ ഹസ്തനപുരിക്ക് അലങ്കാരമായി മാറി. മഹാഭാരത ചരിത്രത്തിലെ മനസ്സുനിയ. ജീവിതം ഒരു യാഗഭൂമി, മനസ്വിനി ഹോമധേനു, നെഞ്ചിലെത്തി കനലെരിഞ്ഞു, മോഹമെല്ലാം അതിലെറിഞ്ഞു. ജീവിതം ഒരു യാഗഭൂമി, മനസ്വിനി ഹോമധേനു. കൗരവ രാജധാനിയുടെ അകത്തളങ്ങൾ നിശബ്ദമായി നെടുവേർപ്പെട്ടു നിന്നു. സത്യവതി, അംബിക, അംബാലിക, വിധവകളായ 3 രാജ്ഞിമാർ, ജന്മാന്ധൻ, പാണ്ഡുരോഗി,
2 രാജകുമാരന്മാർ, സന്താനശൂന്യമായ വംശം, ആകെക്കൂടി ശ്മശാനമുഖമായ അവസ്ഥ. നവവധുവായ ഗാന്ധാരി രാജധാനിയുടെ നിറദീപമായി. പൂജാദീപങ്ങൾ കൊളുത്തി അതിഥികളെ സൽക്കരിച്ചു. അമ്മമാർ ആശ്വസിച്ചു. കണ്ണില്ലാത്ത രാജാവിന്റെ കരം ഗ്രഹിച്ച് കണ്ണുകെട്ടിയ വധു രാജമന്ദിരം ചുറ്റി നടന്ന് കർമ്മനിരതിയായി. തികച്ചും ആകസ്മികമായി ഗാന്ധാരിയുടെ പ്രാർത്ഥന പോലെ ശ്രീ വേദവ്യാസൻ ഹസ്തനപുരിയിലേക്ക് എഴുന്നള്ളി. ആ മഹാമുനീശ്വരനെ അർഘ്യപാദ്യങ്ങൾ നൽകി അവൾ യഥോചിതം സ്വീകരിച്ചു. അവളുടെ പരിചരണങ്ങളിൽ സന്തുഷ്ടനായ വ്യാസഭഗവാൻ ചോദിച്ചു, മകളെ, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ഭഗവൻ, പണ്ട് മഹാദേവൻ എനിക്ക് നൽകിയ അതേ വരം മാത്രം. എൻ്റെ മാതൃത്വം മഹനീയമാവട്ടെ. ശരി ശരി, പ്രഥമ ഗർഭം കൊണ്ട് തന്നെ നീ ശതാധിക സ്തുതിയാവട്ടെ. വ്യാസഭഗവാൻ അനുഗ്രഹിച്ചു. മഹാത്മാക്കളുടെ വാക്കുകൾ നിരർത്ഥകമാവുകയില്ല. ഗാന്ധാരി ഗർഭവതിയായി. കാത്തിരിപ്പിന്റെ നാളുകൾ, പ്രാർത്ഥനാപൂർണമായ രാവുകൾ. പരിപാലയ പരിപാലയ മാം ശ്രീ ഭഗവൽ ശംഭോ ഗൗരിപദേ അഖില ചരാചര പാലക ഭുവനേ പരിപൂർണാശ്രയ നിലയനമേ പരിപാലയ പരിപാലയ മാം ശ്രീ ഭഗവൽ ശംഭോ ഗൗരിപദേ. മുനുശാപത്താൽ വനവാസം അനുഷ്ഠിക്കേണ്ടി വന്ന പാണ്ഡുവിന്റെ പത്നി കുന്തിദേവി ഒരാൺകുഞ്ഞിന് ജന്മമേകി. മാതൃത്വത്തിനു വേണ്ടിയുള്ള ദാഹം, അക്ഷമ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗാന്ധാരി സ്വന്തം ഉദരത്തിൽ ശക്തിയായി പ്രഹരിച്ചു. അവൾക്ക് പിറന്നു വീണത് ഒരു മാംസപിണ്ഡം. അമ്മേ, ദേവി, മഹാമായേ! വീണ്ടും വ്യാസഭഗവാൻ പ്രത്യക്ഷനായി. അത്ഭുതകരമായ രസതന്ത്ര പ്രക്രിയകളാൽ ആ ഗർഭപിണ്ഡത്തിൽ നിന്നും 100 പുത്രന്മാരും ഒരു പുത്രിയും ജന്മം കൊണ്ടു. കൗരവ രാജധാനിയുടെ അകത്തളങ്ങൾ കുമാരി കുമാരന്മാരുടെ ചിരികളി തമാശകളാൽ പ്രകമ്പനം കൊണ്ടു. ശന്തനു പരമ്പര വളരുന്നു. പാണ്ഡുവിന്റെ അകാല ചരമം. വിധവയായ കുന്തിദേവിയും 5 കുമാരന്മാരും കൊട്ടാരത്തിൽ വന്നുകൂടി. കലഹത്തിന്റെയും കുടിപ്പകയുടെയും തീ പടർന്നു പിടിച്ചു. കളിയരങ്ങിലും അഭ്യാസവേദിയിലും ഊണിലും ഉറക്കത്തിലും ചതിയും വഞ്ചനയും വ്യാപിച്ചു. അവസാനം രാജസഭയുടെ പവിത്ര വേദിയിൽ അതും സംഭവിച്ചു. കുന്തിയുടെ പുത്രവധുവായ ദ്രൗപദിയെ ഈ ഗാന്ധാരിയുടെ പുത്രൻ ഗുരുജനങ്ങളുടെ കൺമുമ്പിൽ വലിച്ചിഴിച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്നു. അരുത്, അരുത്! ഗുരുജനങ്ങളെ, ഇതാ ധർമ്മം അനാഥമാവുന്നു, സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നു. മഹാരാജാവേ, എന്റെ സർവേശ്വര, ഇത് തീ കൊണ്ടുള്ള കളിയാണ്. മക്കളെ ശാസിച്ചു നിർത്തൂ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സർവനാശം. സത്യമേ നീലായി അകലുകയോ, മോഹമേ നീയൊരു വ്യഥയായി മാറുകയോ, നീതിശാസ്ത്രങ്ങൾ ധാർമ്മിക ചിന്തകളെല്ലാം അഗ്നിജ്വാലകളോ. ക്രോധം കൊണ്ട് വിറച്ച ആ മാതാവിന് ഉറക്കെ കരയുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പെൺകുഞ്ഞുങ്ങളെ പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന അമ്മമാരുടെ ഈ കാലഘട്ടത്തിൽ പെണ്ണിന്റെ മാനത്തിനു വേണ്ടിയുള്ള ഈ മാതൃവിലാപം ചരിത്രത്തിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്നു. സത്യവാദിനിയായ ഗാന്ധാരിയുടെ വാക്ക് സത്യമായി തീർന്നു. അമ്മയുടെ വാക്കുകൾ മക്കൾ ചെവിക്കൊണ്ടില്ല. സന്ധി നിർദ്ദേശങ്ങൾ ഭരിച്ചില്ല. സർവനാശകമായ മഹാഭാരത യുദ്ധം അനിവാര്യമായി വന്നു. ഇതാ പരസ്പരം കൊല്ലാനും ചാകാനുമുള്ള തയ്യാറെടുപ്പോടെ 18 അക്ഷോഹിണികൾ കുരുക്ഷേത്ര ഭൂമിയിൽ അണിനിരന്നു. സുയോധനൻ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ട് അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അമ്മേ, പാണ്ഡവരെ പരാജയപ്പെടുത്തി ഞാൻ ചക്രവർത്തിയാവട്ടെ. അമ്മ എന്നെ അനുഗ്രഹിക്കൂ. മകനെ, പോയി വരൂ. യഥോ ധർമ്മസ്തോ ചെയ്യാം. ഭാരതവർഷത്തിലെ വീരക്ഷത്രിയരെല്ലാം മരിച്ചു വീണു. ഭീമസേനന്റെ കരബലത്തിൽപ്പെട്ട് തന്റെ പുത്രന്മാർ ഓരോരുത്തരായി വീരസ്വർഗം പൂക്കി. ഏകനായ സുയോധനൻ അവസാന യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും ആ അമ്മ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: ധർമ്മം എവിടെ, അവിടെയാണ് ജയം. ഹൃദയ സാഗരമേ അലസം
അശ്വത്ഥമാവിന്റെ പ്രതികാരാഗ്നിയിൽ പാണ്ഡവ പാളയങ്ങൾ വെന്തു വെണ്ണീരായി. പ്രളയ ഭീകരമായ യുദ്ധാന്ത്യത്തിൽ വിജയികളായ പഞ്ചപാണ്ഡവന്മാർ മാത്രം പ്രേതതുല്യം അവശേഷിച്ചു. പ്രിയമുള്ളവരെ, ഒരു യുദ്ധം സർവനാശമാണ് വിതയ്ക്കുന്നത്. യുദ്ധത്തിൽ വിജയമില്ല, പരാജയം മാത്രം. അന്ധനായ ജീവിതേശ്വരനെ താങ്ങി ശുശ്രൂഷിക്കുന്ന ധർമ്മദേവത, 100 പുത്രന്മാർ മരിച്ച ഒരമ്മ, ആരോടും പകയില്ല, ആരെയും ശപിച്ചില്ല. ഭീമസേനോട് മാത്രം ഒരിക്കൽ പറഞ്ഞു, മകനെ, നീ എൻ്റെ 100 പുത്രന്മാരെയും കൊന്നു. അവർ ദുഷ്ടരായിരുന്നു. പക്ഷേ ദുർബുദ്ധി അല്പം കുറഞ്ഞ ഒരുവരെയെങ്കിലും നീ ബാക്കി വെച്ചില്ല. ഉണ്ണി, ഞങ്ങൾക്ക് കാഴ്ചയില്ലല്ലോ. വാർദ്ധക്യകാലത്ത് ഊന്നുവടിയായി ഒരു മകനെയെങ്കിലും, ഒരേ ഒരു മകനെയെങ്കിലും നിനക്ക് കൊല്ലാതെ വിടാമായിരുന്നു. മഹാശക്തനായ ഭീമസേനൻ പോലും പൊട്ടിക്കരഞ്ഞുപോയി. അമ്മേ, മാപ്പ്, മാപ്പ്. പുത്രക്ഷയം കണ്ടും ധർമ്മക്ഷയം കണ്ടും വിധിയുടെ തീച്ചൂളിയിൽ നിറയ ആ വൃദ്ധ ദമ്പതികൾ മഹത്തായ വാനപ്രസ്ഥത്തിന് പുറപ്പെട്ടു. സുകാന്തന്റെ കരം ഗ്രഹിച്ച് മന്ദമായി നടന്നു നീങ്ങുന്ന ധർമ്മദേവത, ആ അമ്മ അറിയാതെ തേങ്ങിപ്പോയി. അമ്മേ എന്നൊരു വിളി കേൾക്കാനായി കൊതിച്ചു പോകുന്നു. 100 കിനാവുകൾ വീണു പിടഞ്ഞത് നിലച്ചു പോകുന്നു. ഹൃദയം നിലച്ചു പോകുന്നു. വിധിയൊരുക്കിയ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. 4 ഭാഗത്തു നിന്നും സംഹാരാഗ്നി ചൂണ്ടെടുക്കുന്നു. മകനെ ഭീമസേന, മകനെ യുധിഷ്ഠിര, കണ്ണു കാണാതെ ഈ വലിയച്ഛനെ രക്ഷിക്കൂ, ഈ വലിയമ്മയെ രക്ഷിക്കൂ. മക്കളെ, മക്കളെ, നിങ്ങൾ എവിടെയാ? മക്കളെ! അഗ്നിയാളി പടരുന്നു. പൊള്ളലേറ്റ് പിടിയുമ്പോഴും ആ അമ്മ ഇങ്ങനെ വിലപിച്ചിരിക്കാം. അമ്മേ എന്നൊരു വിളി കേൾക്കാനായി കൊതിച്ചു പോകുന്നു. 100 കിനാവുകൾ വീണു പിടഞ്ഞത് നിലച്ചു പോകുന്നു. ഹൃദയം നിലച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, മഹാഭാരത കഥ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. നന്ദി.